എന്തായി എല്ലാം സെറ്റ്? നമ്മള് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ, പെട്ടെന്നൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അവിടെ എല്ലാരും റെഡിയായി നിൽക്കുകയാണ്. എന്തിനാണ്? കല്യാണത്തിന് പോവാൻ. ഏത് ഈ നേരത്തെ ഒരു ഫോണ് പിന്നെ എടുക്ക. അങ്ങനെ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്, ഒരു ഒമാനി കല്യാണാണ്. അപ്പോൾ അച്ചു പോണില്ല. അച്ചു മാറിക്ക്, കല്യാണത്തിന് പോണവരെ കാണിക്കട്ടെ. ഇവര് മൂന്നാളാണ് പോണത്. അപ്പോൾ ദാ ഇവർ വേഷവിഭൂഷകരായി അല്ലെ, വേഷവിഭൂഷികരായി ഇതാ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. എല്ലാം സെറ്റ്. ഇത് ഒമാനി കല്യാണാണ്, അത് കാരണം പെണ്ണുങ്ങള് മാത്രമേ അലൗഡ് ഉള്ളൂ. നമ്മള് ആണുങ്ങൾക്കുള്ളത് കഴിഞ്ഞ ആഴ്ച ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡി അല്ലേ? ഇവിടെ വന്നാ തകർക്കോടെ പോയിട്ട് നമ്മള് 7:30 ഇറങ്ങണമെന്ന് വിചാരിച്ചു. അപ്പൊ സമയം 8 മണിയായി. 8 മണിക്ക് 10 മിനിറ്റ് കൂടി ഉണ്ട്. 8 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തണം. പെട്ടെന്ന് ഇറങ്ങാ, ഫാസ്റ്റ്. അച്ചു ബാ, ഇറങ്ങ, നേരല്ല. അച്ചു ഞാനൊന്ന് ബോയ്സ് ഔട്ടാണ്, ബോയ്സ് ഡേ ഔട്ട്. ഞാനും അച്ചു ഒന്ന് ഇറങ്ങാൻ പോവില്ല. ഇവരെ മൂന്നാളെയും വിട്ടിട്ട് ഞാനും അച്ചും കൂടി ഒരു കറക്കുണ്ടെന്ന് അല്ലേത്തെ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി വെച്ചടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഇന്നത്തെ എന്താ പറയാ കല്യാണം ഗ്രാൻഡ് മില്ലേനിയത്തിലാണ്. നമ്മളോട് 8 മണിക്ക് എത്താനാണ് പറഞ്ഞിരിക്കണത്. 4 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച കാരനാന്ന് തോന്നുന്നു, റോട്ടിലും അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും ഒഴുകിക്കൊണ്ടിരിക്കണ തിരക്ക്, അത് കാരണം കുഴപ്പമില്ല. നമ്മളിപ്പോ ഇനി എന്തായാലും ഒരു 10 മിനിറ്റിന്റെ ഉള്ള അവിടെ എത്തും. അങ്ങനെ നമ്മള് നമ്മുടെ എന്താ ഗ്രാൻഡ് മില്ലേനിയത്തിന്റെ അവിടെ എത്തിയിട്ടാ. ഈ ഗ്രാൻഡ് മില്ലേനിയത്തിന്റെ ബോൾ റൂമിൽ വെച്ചിട്ടാണ് നമ്മുടെ അന്നത്തെ കല്യാണം. എന്താ പറയാ, പിള്ളേരുടെ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ. ആ തിരക്കിന്റെ ഇടയില് പിള്ളേരുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. പുതിയ ഡ്രസ്സായിരുന്നു. അതൊന്ന് വീഡിയോയില് കാണിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. ഇനിയിപ്പോ തിരിച്ചു വന്നിട്ട് പറ്റില്ല അല്ലേ? തിരിച്ചു വന്നിട്ട് പറ്റും, പക്ഷെ ഇവർക്ക് പക്ഷെ തിരിച്ചു വന്നാകെ മുഷിയൊന്നുമില്ല. അവരൊക്കെ അവരെ റെഡി ആയിക്കോളാം. ഓടിക്കളിയൊന്നും ഇല്ലല്ലോ. ഓടിക്കളിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ക്രിസ്റ്റൽ ബോൾ റൂമിലേക്ക്. ഇവിടെ ആണുങ്ങൾ ഒരൊറ്റാളുണ്ടാവില്ല കേട്ടോ, എല്ലാം പെണ്ണുങ്ങളാവും. അപ്പൊ ഞങ്ങൾ ഇറങ്ങി പോട്ടെ. പിന്നല്ല, ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ. ലേഡീസ് ഡേ ഔട്ട്. ഇറങ്ങാടോ എല്ലാരും. ഞങ്ങളില്ലാതെ പോവാടോ, ഞാനും അച്ഛനില്ലടോ. ഹാപ്പിയാ നിങ്ങള്? എസിയുടെ ഹാപ്പിയാ ഞാനിയെ? ആ ഡ്രസ് ഒന്ന് കാണിച്ച, ഡ്രസ് കാണിച്ചില്ലേ? തകർത്തല്ലോ. എസിയുടെ ഡ്രസ് കാണിച്ചേ. എസി ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. ഗുഡാണ്, ഗുഡ്. നിന്റെ ഡ്രസ്സോ? ഓ, മൂന്നാളും പുതിയ ഡ്രസ്. എന്തിന്റെ കുറവാ? ആ ശരി എന്നാ. അങ്ങനെ അവര് കേറിപ്പോയി, നമ്മള് പോവാണെങ്കിൽ നമ്മളൊറ്റയ്ക്കായില്ലേ? ഇനിയിപ്പോ എന്താ പരിപാടി? ഏത് മോളിലേക്കാ പോണ്ട്? അവന്യൂസ് മോളിൽ പോണോ? MGM പോയ പോരെ? അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെ അച്ചുവിന്റെ ആവശ്യപ്രകാരം നമ്മൾ അവന്യൂസ് മോളിൽ എത്തിയിരിക്കട്ടോ. ഇനി എന്താ തന്റെ ഇവിടെ ആവശ്യം? എന്താ? ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റില്ല അച്ചുവേ. ഷോപ്പിങ്ങോ? എന്ത് ഷോപ്പ് ചെയ്യാനാ? അച്ചു നമ്മൾ ആദ്യം തന്നെ കേറ്റിയിരിക്കണത് കിഡ്ഡി സോണിലാട്ടാ. ടോയ്സ് തപ്പുണ്ട്. എല്ലാം നോക്കുക, കേട്ടില്ലേ? നോക്കിയാ മാത്രം മതിയില്ലേ? ഒന്നും വാങ്ങണ്ട ആവശ്യമില്ലല്ലോ. വാങ്ങണ്ടോ? നോക്കിയാ മതി. ഇവിടെ ആണെങ്കി പിള്ളേർക്ക് ചാകരയാട്ടാ. അത് കണ്ടില്ലേ? മുഴുവൻ ടോയ്സ് ആണ്. നോക്കാം. താൻ അവസാനം എന്താ കണ്ടുപിടിച്ചേ? ഇതെന്താ സംഭവം? ഹെലികോപ്റ്ററാ? മിലിറ്ററി ഹെലികോപ്റ്ററാ? ഈ ഒരെണ്ണം മതിയാ? വേറൊന്നും വേണ്ട? നോക്കി നോക്ക്, വേറെ വല്ലതും ഉണ്ടോന്നാ. ഒരെണ്ണം കൗണ്ടറിലുണ്ട്. അവിടെ കൊണ്ടുവച്ചാ? എന്താ കൊണ്ടുവച്ചിരിക്കണ അവിടെ? എന്താ ആർമി ട്രക്കോ? ഇപ്പൊ ഈ 2 മതിയാ? ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്താ?
ഇനി വല്ലതും വേണോ? ഇന്ന് ബോയ്സ് ഹാങ് ഔട്ടാണ്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. ഇനി എന്താ വേണ്ടത്? ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിയാ മതിയേ. മിനിസോ വേണോ? അത് ഏതാ അതിന്റെ ഉള്ളിലുള്ളതെന്ന് എനിക്കറിയോ? ആ, കളക്ഷൻസ് അത്രയുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണ കിട്ടുള്ളൂ. ഏത്? അതിലെല്ലാ കാരണം എനിക്ക് ഇഷ്ടാ. ഓക്കെ, നോക്കി വെക്കാം. ഈ ഒരെണ്ണം പോരെ? ഒരെണ്ണം മതിയോ? എന്നാ ബാ. എന്താടോ? ഓ, തനിക്ക് വിചാരിച്ച കാറ് കിട്ടിയില്ലേ? സോ സാഡ്. ഏത് കാറാ താൻ വിചാരിച്ചത്? ഏത് കാറ്? ആ കാറോ? ഞാൻ പറഞ്ഞില്ലേ അവിടെ കാണാൻ പറ്റില്ല, അതിലെല്ലാം വാങ്ങേണ്ടി വരും അത് കിട്ടാൻ. ഒരു പണി, ഒരെണ്ണം കൂടി വാങ്ങിയാലോ? ഒറ്റ പ്രാവശ്യം കൂടിയേ. അതിനും കൂടി കിട്ടിയില്ലെങ്കിൽ വേറെ വാങ്ങില്ല. ഇനി ഈ സെയിം കാർ തന്നെ കിട്ടിയ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ഓക്കെ, ചലോ ഒരെണ്ണം കൂടി എടുത്തോളാം. അപ്പൊ നേരത്തെ അച്ചു വിചാരിച്ച കാർ അവന് കിട്ടിയില്ല കേട്ടാ. ഒരെണ്ണം കൂടി പോയി എടുത്തിട്ടുണ്ട്. അതൊന്ന് തുറന്നു നോക്കിയേ. അതും സെയിം ആവോ നീ? പെട്ടെന്ന് തുറക്കേ. സെയിമാ? അതെങ്ങനെയാ സെയിം കിട്ടിയത്? അതെന്താടോ ഓടായടോ അത്? ഇനി എന്താ ചെയ്യാ? മതിയാ? ബാ, ഇപ്പൊ എന്താ ചെയ്യാ? അതെടുത്തിട്ട് നമുക്ക് ഇനി വേറെ പിന്നെ നോക്കാം. പാവാച്ചു സാഡായി. അതിന് ആശിച്ചു മോഹിച്ചു വാങ്ങിയ രണ്ട് കാറും ഒരുപോലത്തെ ആയി. അവനാണെങ്കി അത് ഇഷ്ടല്ലേന്. ഇനിയിപ്പോ വാങ്ങാൻ ധൈര്യമില്ല, കാരണം ഇനി അത് സെയിം ആയാലോ. അച്ഛ, ഈ കാർ എടുക്കണേനൊരു അവസാനല്ല. എത്ര കാറാ താനീ എടുക്കുക? വീട്ടിലൊരു 10-50,000 കാറുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാനാ? കുട്ടിക്ക് കാറ് കണ്ട പ്രാന്താണ്. ഏതെടുക്കണമെന്ന് വിചാരിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടത്താ. കണ്ടില്ലേ? എന്താ അത് വേണോ? ഏത് കാറാ അത്? എന്ത് കാറാ അത്? കാണിച്ചേ. എന്ത് വൃത്തിയായിട്ട കാറച്ചു ഇത്? വേണത്? പിടിക്ക, വാങ്ങുന്ന. ഒരെണ്ണം മതിയോ? ഓക്കെ, പൈസ കൊടുക്കണം. കാർഡ് ഉണ്ടോ? അങ്ങനെ അച്ചു നടന്ന് ക്ഷീണിച്ച് പിങ്ക്ബറിയിലൊക്കെ വന്ന് കേറിയിട്ടുണ്ട് അല്ലേ? അച്ചുവിന് വിശക്കണമെന്ന് പറഞ്ഞോട്ടാ കുറച്ചു നേരം നടന്നോട് കൂടിയിട്ട്. അച്ചു പറഞ്ഞു പിങ്ക്ബറിയിൽ കയറണമെന്ന് അല്ലേ? എന്നിട്ട് നമ്മളൊരു ഇതാ തന്റെ സാധനങ്ങൾ വീഴണു. നമ്മളൊരു പോമോഗ്രാനേറ്റ് ഫ്രോസൺ യോഗട്ട് വാങ്ങിയിട്ടുണ്ട്. ഗുഡ്. എന്തത്ര ശ്രദ്ധിച്ചിരുന്നു തിന്നണ? അല്ലടോ, എസ്സിയും ഞോഞ്ഞൊന്നും ഇല്ലല്ലോ. എസ്സിക്കും ഞോഞ്ഞിക്കും കൊടുക്കണ്ടേ? അതെന്താ? നമുക്ക് എസ്സിക്കും ഞോഞ്ഞിക്കും ഒരു പാഴ്സല് വാങ്ങിയാലോ? വേണ്ടേ? വായ്, ഞാൻ പറയാ അവരോട്, ഞാൻ വീഡിയോ കാണിച്ചു കൊടുക്കും. കഴിച്ചോളോ, വേഗം കഴിച്ചോളോ. പിങ്ക്ബറിയുടെ ഇപ്പൊ ഒരു പ്രിവിലേജ് കൂപ്പൺ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രിവിലേജ് കൂപ്പൺ അല്ല, പ്രിവിലേജ് കാർഡ്. 5 പിങ്ക്ബറി നമ്മൾ വാങ്ങുകയാണെങ്കിൽ 1 പിങ്ക്ബറി ഫ്രീ ആയി കിട്ടും. ഇപ്പൊ ഒരെണ്ണത്തില് അവര് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 4 കൂടി ഉണ്ട്. 4 കൂടി കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ. അച്ചു കഴിച്ചു കഴിഞ്ഞതിന്റെ ശക്തിയില് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇത് വേണം നിർബന്ധമാണോ? ഇതെന്താ ഈ ട്രക്ക്? ആർമി ട്രക്ക്. എന്താ ചെയ്യാ? അയ്യോ, ഇത് കൊറേ സംഭവങ്ങളുണ്ടല്ലോ. അതിലൊരു ബേബി ട്രക്ക്. അതാ ട്രക്കൊക്കെ വീഴണു. അത് മതിയോ? അത് വേണോ? എന്നാ വേഗം പോയി ബില്ലടിച്ചിട്ട് വാ. നമ്മള് ഐക്യയില് വന്നിരിക്കട്ടോ. ഐക്യയുടെ റെസ്റ്റോറന്റില് എന്തെങ്കിലും കഴിക്കണം. വിശപ്പിന്റെ വിളി വന്നു തുടങ്ങി. സമയം 10 മണി കഴിഞ്ഞു. വിശക്കുണ്ടോ എനിക്ക്? ഇവിടെ വാ. വിശക്കുണ്ടോ? നടക്കൂ. എന്താ വാങ്ങണ്ട?
പിങ്ക് ബെറി കഴിച്ചാൽ എന്തെങ്കിലും കഴിക്കണ രാത്രി വിശക്കൂല്ലെങ്കിൽ ട്രൈ എടുത്തോളോ. ഒരെണ്ണം മതി, നമ്മള് കുറച്ചാ വാങ്ങുള്ളൂ, നമ്മള് 2 ആളല്ലേ ഉള്ളോ. കേക്ക് വലുതും വേണോ ഡെസേർട്ട്? ഏത് കേക്കാ? ചോക്ലേറ്റോ? ഈ ചോക്ലേറ്റ് ആണോ? ഫുള്ള് കഴിക്കോ താൻ? ഓക്കെ. അങ്ങനെ ഞാനും അച്ഛനും കൂടി ഭക്ഷണമൊക്കെ വാങ്ങി അവിടെ കഴിക്കാതിരിക്കട്ടോ. ഞങ്ങള് 2 ആളും ഉള്ളോ. അച്ഛന് ഭയങ്കര ബോറടി, ഞോഞ്ഞേഴ്സ് ഇല്ലാത്ത കാരണം തല്ലൂടെ ആരും ഇല്ല അല്ലേ. അച്ഛൻ അവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും പിന്നെ ഇത് കേക്ക് അല്ലേ, ചീസ് കേക്ക്. ആ ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റും വാങ്ങി. ഞാനിവിടെ ഒരു സാൽമൺ വാങ്ങി, അതിന്റെ കൂടെ ഒരു ഡ്രസ്സിംഗ് ഉണ്ട്, പിന്നെ പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ കുറച്ച് ബീൻസും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം. ഇന്നത്തെ സമയമാണെങ്കിൽ 10:30 മണിയായിട്ടാ. അവര് ഒരു 11:15 അവസാനിക്കുന്നതാണ് നമ്മൾ വിചാരിക്കണേ. 11:15 തീരുന്ന പറഞ്ഞേ. അപ്പൊ ഈ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ആ സമയാവും. എനിക്കാണെങ്കിൽ ഉറക്കം വരാനും തുടങ്ങി. അച്ഛന് ഇത്രയും നേരം നടന്നല്ലേ, അച്ഛന് നല്ല ക്ഷീണുണ്ട് അല്ലേ. അച്ഛയുടെ ക്യാമറയൊക്കെ എടുക്കണേ, ക്യാമറയുടെ പുറകിൽ അച്ഛനാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ ഇനി ഇതൊന്ന് തീർത്തിട്ട് വരാം. ആ ചിക്കൻ ബനാന എന്ന് പറഞ്ഞിരിക്കാതെ അത് തിന്ന് അവസാനിപ്പിക്കുവോ? ഇനി എന്താ അതില് കിടക്കണു? ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും. ആ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് തിന്നാ മതി, ആ നഗറ്റ്സ് ഫുള്ള് അവസാനിപ്പിക്കുവോ? എന്നിട്ട് കേക്ക് തുറക്കുക. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അച്ഛന് നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യ, ക്ഷീണം കേറി അല്ലടോ. ഇനിയിപ്പോ എന്താ വേണ്ടത്? എവിടെ? കാറ് പോയിട്ട് കുട്ടിക്ക് കിടക്കണം എന്നാട്ടാ പറയണേ. 10:45 ഇത്രയും നേരം നടന്നതല്ലേ, ക്ഷീണവും കേറി. അപ്പൊ നമ്മള് വിചാരിച്ചു കാറ് പോയി കിടക്കാന്ന്. സമയം രാത്രി 11:41 കൃത്യം. ഞാനും അച്ഛനും ഇതാ നമ്മള് അവരെ കൊണ്ടുവിട്ട ഹോട്ടലിന്റെ മുമ്പിൽ കുറെ നേരമായി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാനിത് അവിടെ കിടക്കുന്നുണ്ട്. അച്യുത എവിടെ? ഹലോ, ക്ഷീണായോ? അച്ഛനൊക്കെ ഭയങ്കര ക്ഷീണായി. കുട്ടി കിടന്ന ഉറക്കത്തിന്റെ വക്കിലാണ്. അവര് ഇതുവരെ വരാനുള്ള ലക്ഷണമൊന്നും ഇല്ലാട്ടോ. ഇനി എത്ര നേരം എടുക്കുന്ന അറിയില്ല. വെയിറ്റ് ചെയ്യന്നെ അല്ല അപ്പൊ എന്താ ചെയ്യാ. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവർ വരികയാണ് സുഹൃത്തുക്കളെ, അവർ വരികയാണ്. ഒരു ദീർഘമായ കാത്തിരിപ്പിനൊടുവിൽ അതാ നടന്ന് മന്ദം നടന്ന് നീങ്ങി വരുന്നു നമ്മുടെ എസ്തർല ആദ്യം വന്ന് കയറിയിരിക്കുന്നു. അതാ വരുന്നു നമ്മുടെ ഞോഞ്ഞുള്ള. ഹായ്, ഹൗ ആർ യു? എങ്ങനെ ഉണ്ടായിരുന്നോ? അല്ല അച്ഛ ലോഡ് സാധനം വാങ്ങിയിരിക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നോ ചോദിച്ചേ? എന്താണ് ഒമാനി കല്യാണത്തിന് പോയിട്ട്? ആരും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ്. എന്താ ആൾക്കാരെ മനസ്സിലാവണ്ടേ? നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇവരുടെ മുഖമൊക്കെ കവർ ചെയ്ത് നമ്മൾ കാണുന്നത്. സ്റ്റാർട്ടേഴ്സ് കൊറേ കഴിച്ചു, ഇവരും കഴിച്ചു, ഞാനും കഴിച്ചു. പിന്നെ മെയിൻ കോഴ്സ് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. എന്താ മന്തി കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് പരിപാടികൾ ഉണ്ടായിരുന്നോ? ഓ അവസാനം പൈസ വിതർച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുക്കൻ വന്നപ്പോ കണ്ടില്ലായിരുന്നു. ആരാ പൈസ ഒക്കെ എടുത്ത്? ആർക്കറിയാം ആരാ എടുത്തത്? താരൊന്നും എടുത്തില്ലടോ ചോദിച്ചേ. എന്താ പോയെടുക്കാറില്ലടി. പെണ്ണ് വന്നപ്പോ മുല്ലപ്പൂ ആയിരുന്നു അതിനെ കൊണ്ടിരുന്നത്. ഫുൾ ഡാൻസ് ആയിരുന്നു, ഭയങ്കര സൗണ്ട്, ഫുള്ള് അതായത് ഒമാനി പാട്ടും ഡാൻസും മാത്രം, ഒന്നുമില്ല. ഞങ്ങള് കളിക്കുവായിരുന്നു. എന്ത് കളിക്കണം? അല്ല ഈ പൈസ എത്രയത് എടുക്കാറുന്നില്ല നിങ്ങക്ക്? ആൾക്കാരറിഞ്ഞു ഓടിക്കോ? എറിയണത് എടുക്കാനല്ലേ? ആർക്കെങ്കിലും ചെറുക്കിന് വേണ്ടി എറിഞ്ഞാണെങ്കിലോ? 50-ന്റെ നോട്ടാണെങ്കിലോ? ചെറുക്കിന് വേണ്ടിയുള്ളതാണെങ്കിലോ? കൊറച്ചെടുത്ത് വെക്കാറുന്നു. ഇതിപ്പോ എല്ലാരും പോയാ? എല്ലാരും പോയി. ഇനിയിപ്പോ ചെറുക്കൻ രണ്ടുപേരുടെ ഫാമിലി ആൾക്കാര് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് കുറെ പേരൊക്കെ പോകാൻ തുടങ്ങി. ചെറുക്കൻ വരുന്നതിന് മുന്നേ തന്നെ കുറച്ച് പേര് പോയി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടായിരുന്നു? ചെറുക്കിനൊന്നും കാണണ്ടേ? ഇവര് കുറെ നേരം കളിച്ചു.
അപ്പൊ അങ്ങനെ എന്നാ പിന്നെ വിടല്ലേ? അച്ഛനും ഉറക്കം വരുന്നില്ല. അല്ല, അച്ഛൻ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ബോയ്സ് ഔട്ടിങ് ആയിരുന്നു അല്ല അച്ഛ? അച്ഛ ഫുൾ എൻജോയ് ചെയ്തു. അല്ല വിടുന്നാ. ഓക്കെ ഞാ അപ്പൊ നമ്മളിവിടുന്ന് പതുക്കെ തിരിക്കട്ടാ വീട്ടിലേക്ക്. അപ്പം അതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വീട്ടിലെത്തി. സമയം 12:30 ആയി. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എല്ലാവരും ഡ്രസ്സ് വലിച്ചു കയറ്റിയതൊക്കെ ഊരിയിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് മേല് കഴുകി നേരെ പോയി കിടന്ന് ഉറങ്ങണം. ഇനിയിപ്പോ നാളെയും മറ്റന്നാളും വെള്ളിയും ശനിയും ലീവാണ്. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.